തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമൊക്കെ നേടാൻ UDF-ന് സാധിച്ചെങ്കിൽ തന്നെയും ഈ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാനുള്ള കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പലയിടത്തും ചില തർക്കങ്ങൾ, ചില പ്രതിസന്ധികൾ. അത് കൊച്ചിയിലാണ്. കൊച്ചി മേയറെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ശക്തമായ ഭിന്നത നിലനിൽക്കെ എറണാകുളം DCCയുടെ കോർ കമ്മിറ്റി ഇന്ന് ചേരുകയാണ്. ഷൈനി മാത്യു, ദീപ്തി മേരി വർഗീസ് എന്നിവരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഷൈനിക്ക് വേണ്ടിയും ദീപ്തിക്ക് വേണ്ടിയും സാമുദായിക ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾ ശക്തമാണ്. കൊച്ചിയിൽ നിന്ന് നിതിൻ സേവർ വിവരങ്ങൾ നൽകും. നിതിൻ, ഗുഡ് മോർണിംഗ്. ഷൈനി, ദീപ്തി, മേരി വർഗീസ് ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ പട്ടികയിൽ മുന്നിലുള്ളത്. പക്ഷേ ഇരുവർക്ക് വേണ്ടിയും ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾ, അതുപോലെ തന്നെ സാമുദായിക സമ്മർദ്ദങ്ങളൊക്കെ ശക്തമാണ്. ആരുടെ പേരിലേക്കായിരിക്കും എത്തുക എന്നിപ്പോൾ കോർ കമ്മിറ്റി യോഗം, DCCയുടെ കോർ കമ്മിറ്റി യോഗം ഒക്കെ ചേരുകയാണ്. ഇന്നത്തെ യോഗത്തിന് ശേഷം ഒരു അന്തിമ ധാരണയിൽ എത്തിച്ചേരില്ലേ? നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നണിക്കുള്ളിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ ശരി, നിതിനിലേക്ക് വരാം. എന്തായാലും ഇന്നത്തെ DCC കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഒരു ധാരണയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയൊക്കെ കരുതുന്നത്. രണ്ട് പേരുകൾ അല്ലെ പ്രധാനമായി ഉയർന്നു. ഷൈനി മാത്യുവിന്റെയും ദീപ്തി മേരി വർഗീസിന്റെയും പേരുകളാണുള്ളത്. ദീപ്തി മേരി വർഗീസ് നമുക്ക് നേരത്തെ അറിയാം, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ലാബിലിൽ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ കൊച്ചി മേയർ എന്ന പദവിയിലേക്ക് ഏറ്റവും യോജിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരി, നിതിൻ കേൾക്കാമോ? ഗുഡ് മോർണിംഗ്. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഭിന്നത പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അവസാനം രണ്ട് പേരിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ അതിൽ ആരെ തിരഞ്ഞെടുക്കണമെന്നതിൽ ഇപ്പോഴും പാർട്ടിക്കുള്ളൊരു തീരുമാനം വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. അതിലെല്ലാ കൗൺസിലർമാരുടെയും അഭിപ്രായം പാർട്ടി നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ട് പേരുകൾ, ദീപ്തി മേരി വർഗീസിന്റെയും ഒപ്പം തന്നെ ഷൈനിയുടെയും പേരാണ് അവസാനമായി ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുപേരെയും മേയറാക്കണമെന്ന് ശക്തമായ സമ്മർദ്ദം പാർട്ടിക്കുള്ളിലുണ്ട്. പ്രത്യേകിച്ച് രണ്ട് ഗ്രൂപ്പിന്റെ സമ്മർദ്ദമുണ്ട്. ഒപ്പം ഷൈനിക്ക് വേണ്ടി ലത്തീൻ സഭയും വലിയ തോതിലുള്ള സമ്മർദ്ദം പാർട്ടിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ആരെ മേയറാക്കണമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. ഇന്ന് രാവിലെ DCC ഓഫീസിൽ DCC കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഒരുപക്ഷെ ആരെ മേയറാക്കണം, ആരെ ഡെപ്യൂട്ടി മേയറാക്കണം എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം വന്നേക്കുമെന്നാണ് തോന്നുന്നത്. നേരത്തെ 3 പേരുകളായിരുന്നു ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നത്. അതിൽ മിനിമോളെ തൽക്കാലം മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട എന്നൊരു കാര്യം പാർട്ടി നേതൃത്വം നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി 2 പേർ, അതിൽ ദീപ്തി മേരി വർഗീസിന് വേണ്ടി വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നത് KC വേണുഗോപാൽ പക്ഷമാണ്. ഒപ്പം ഷൈനിമോൾക്ക് വേണ്ടി ലത്തീൻ സഭയും വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ലത്തീൻ സഭയ്ക്ക് 18 സീറ്റുകളാണ് കോർപ്പറേഷനിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ വലിയ സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ലത്തീൻ സഭയിൽ നിന്നും പാർട്ടിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആരെ മേയറാക്കണമെന്ന കാര്യത്തിൽ വലിയൊരു തർക്കം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇരു വിഭാഗങ്ങളും മേയർ സ്ഥാനം തങ്ങൾക്ക് തന്നെ വേണം. ലത്തീൻ സഭ വളരെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മേയർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായി പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോൾ വലിയ തലവേദന എറണാകുളം DCC അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ മേയർ സ്ഥാനം സൃഷ്ടിക്കുന്നുണ്ട്. വലിയ വിജയം നേടി കോർപ്പറേഷൻ ഭരണം ലഭിച്ചപ്പോഴും മേയറെ ആരെ തിരഞ്ഞെടുക്കണം, ഒരുപക്ഷെ ടേം വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനവും എടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ചേരുന്ന DCC കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം വന്നേക്കും. ഇന്നലെ രാത്രിയാണ് ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. ഓരോ കൗൺസിലർമാരെയും വ്യക്തിപരമായി തന്നെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പാർട്ടി നേതൃത്വം കേട്ടിരുന്നു. അതിനുശേഷം ഇന്ന് നടക്കുന്ന കോർ കമ്മിറ്റി മീറ്റിംഗിൽ കൂടി ഇതിലൊരു ധാരണ എത്തിയ ശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ മേയറെ ആരായിരിക്കും മേയർ എന്ന കാര്യം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും വലിയ ഭിന്നത പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് വലിയ തലവേദന പാർട്ടിക്ക് ഉണ്ടാക്കുന്നുമുണ്ട്.